സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിലേക്ക് അവിടെ അടുത്തേക്ക് എത്തിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, 10 മാസമായി നബിയേ എന്റെ ശരീരത്തെ മരുഭൂമിയിലോട് ഞാൻ എഴിഞ്ഞുകൊണ്ട് വരുന്നത്. കാളിന് സ്വാധീനമില്ല നബിയേ. അതേ, ഈ 10 വയസ്സുകാരനായ കുഞ്ഞിമോന് അതേ കുഴിയും കുണ്ടും തോടും അതേ മാർഗഭ്രംശങ്ങളെല്ലാം താണ്ടി 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 ഈ മദീനയിലേക്ക് എത്തിയതാണ് നബിയേ. എന്നെയൊന്ന് ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞിട്ട് അറിയാതെ കുഞ്ഞിമോന് ഉറക്കിൽ മയങ്ങിപ്പോകുന്നു. ആ ഉറക്കിലോട് വരുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ ഉറക്കിലോട് സ്വപ്നത്തിലോട് കുഞ്ഞിബാലന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു, യാ ബുനയ്യ, അല്ലയോ മോനെ, എന്താണ് സംഭവം, എന്താണ് വിശേഷം? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയെ കാണലാണ് എൻ്റെ ജീവിതം, അങ്ങയെ കാണലാണ് എൻ്റെ നിമിഷങ്ങള്, അങ്ങയെ കാണലാണ് എൻ്റെ മോഹങ്ങള്, അങ്ങയെ കാണലാണ് ഞാൻ എൻ്റെ ഈ 10 വർഷക്കാലമുള്ള ജീവിതത്തിൽ പ്രണയിച്ച് ആശിച്ച് മഹബത്തിലോട് എൻ്റെ ഖൽബിലങ്ങ് വന്നപ്പോ എൻ്റെ ആരോഗ്യങ്ങൾ ഞാൻ നോക്കിയില്ല നബിയേ, എൻ്റെ പ്രയാസങ്ങൾ ഞാൻ കണക്കിലെടുത്തില്ല നബിയേ, എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും കണക്കിലെടുക്കാതെ ഈ മദീനയുടെ ദർബാറിലേക്ക് ഞാൻ എത്തിയതാണ് നബിയേ. അവിടത്തെ കൈയൊന്ന് മുസാഫഅത്ത് ചെയ്യാൻ അവസരം തരുമോ നബിയേ? ആ കുഞ്ഞിബാലനെ കൈ മുസാഫഅത്ത് ചെയ്തപ്പോ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്ന കുഞ്ഞിമോൻ എഴുന്നേറ്റ് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇനി എൻ്റെ ഒരു അഭിലാഷമുണ്ട്, ഇനി എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഇനി എൻ്റെ ഒരു ആശയുണ്ട് നബിയേ. അതെനിക്ക് സാധിപ്പിച്ച് കിട്ടണം, അതെനിക്ക് തീർന്നു കിട്ടണം. എന്താണ് എൻ്റെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയെ കണ്ട എൻ്റെ കണ്ണ്, അങ്ങയെ പിടിച്ച എൻ്റെ കൈ, അങ്ങയെ ശരീരത്തെ കണ്ട് ആസ്വദിച്ച എൻ്റെ ഈ കണ്ണ് ഈ ഭൂമി ലോകത്ത് ഇനി ഒരാളും കാണരുത് നബിയേ. അങ്ങയെ മുസാഫഅത്ത് ചെയ്ത ഈ കൈ ഇനി ഒരാളും പിടിച്ചുകൂട നബിയേ. ഞാനൊന്ന് മരണപ്പെട്ട് കിട്ടാൻ, ഞാനൊന്ന് മൗത്തായി കിട്ടാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് നബിയേ. ചെറിയ 10 വയസ്സുള്ള കുഞ്ഞിബാലന് ഈ പ്രണയങ്ങൾ മദീനത്ത് ആ ദർബാറിൽ വെച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, ഉമ്മമാരെ, നമ്മളെ ഖൽബിന് ആ സ്നേഹത്തിൻ്റെ ഒരു അണുമണി തൂക്കം ഞങ്ങളെ ഖൽബിൽ വരാറുണ്ടോ? സ്വലാത്ത് മജ്ലിസ് എന്ന് കേൾക്കുമ്പോ ഞങ്ങൾക്ക് അഭിപ്രായം പറയാനല്ലേ സമയം കാണുന്നത്, ഞങ്ങൾക്കതിനെ കുറിച്ച് എതിർത്ത് പറയാനല്ലേ സമയം കാണുന്നത്. ഏത് ഭൂമിയിലും മുത്തുനബി തങ്ങളെ പേരിൽ സ്വലാത്ത് നടക്കുന്നുണ്ടോ? അവിടെയെല്ലാം പോയിട്ട് മുത്തുനബി തങ്ങളെ മഹബത്തിന് കാരണമാകണേ. സ്വഹാബത്തുൽ കിറാം മുഴുവനും അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോ ദബാനി ഇലാ ഇദാ മുദ്ദാഉ ഹല്ലാ ബിമുഹ്ജതി മദീഹു റസൂലും ബി ശഫാഅതി യുഫ്റദു. അതേ സ്വഹാബത്തുൽ കിറാമിന് പനി വന്നപ്പോ, വയറുവേദന വന്നപ്പോ, ക്ഷീണം വന്നപ്പോ അവർ ആകാംക്ഷയോടെ കാത്തിരുന്നത്, അവർ ആകാംക്ഷയോടെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നത് ആരംഭപ്പുവായ മുത്തു
റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് പ്രശ്നങ്ങൾ പറയലായിരുന്നു.